മക്കൾക്ക് ഒരു മക്കൾക്ക് അല്ല ഇതുപോലെ നൽകാതിരിക്കണം. അടച്ചറബേ, എന്റെ ആയുസ് ചുരുക്കിയിട്ടെങ്കിൽ എന്റെ മോന്റെ വേദനകൾക്ക് നീ ശമനം നൽകുറമ്പേ. നീ ഒന്ന് ശമനം നൽകിയാ മതി. ഒന്ന് കണ്ടിട്ട് എന്റെ ആയുസ് പോയാ എനിക്ക് കുഴപ്പമില്ല റബ്ബേ. എനിക്ക് വയ്യ റബ്ബേ, എനിക്ക് വയ്യ. കൊടക് ജില്ലയിലെ ജാബർ നിസാമി ഉസ്താദ് തന്റെ കേവലം 8 വയസ്സുകാരനായ പൊന്നുമകൻ ഇന്ന് വേദന തിന്ന് ഹോസ്പിറ്റലിന്റെ ഉള്ളറകളിൽ കിടന്ന് പിടഞ്ഞ് ഉപ്പാനോട് പറയാണ്, മതിയായി, എനിക്ക് ഓപ്പറേഷൻ ഇനി വേണ്ട എന്ന് കരഞ്ഞുകൊണ്ട് പറയുന്ന കാഴ്ചയാണ് എന്റെ പ്രിയപ്പെട്ട നന്മയാർന്ന ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊക്കെ സഹായിച്ചത് കൊണ്ട് തന്നെ നമുക്ക് ആ പൊന്നുമോനെ ജീവിതത്തിലേക്ക് പതിയെ കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ വെച്ച് അവസാനിച്ചു പോകാതിരിക്കാൻ, ഇവിടെ വെച്ച് ചികിത്സ മുടങ്ങാതിരിക്കാൻ നിങ്ങൾ എല്ലാവരും ഒരിക്കൽ കൂടി ഈ പ്രിയപ്പെട്ട പിതാവിനെയും ഈ കുഞ്ഞിനെയും ചേർത്ത് പിടിക്കണം. നിങ്ങളോടൊക്കെ ഒരു അഭ്യർത്ഥനയാണ്. ഒരു ഉപ്പാനോടൊപ്പം ജീവിക്കേണ്ട, ഉമ്മാനോടൊപ്പം ജീവിക്കേണ്ട, ഭക്ഷണം കഴിക്കേണ്ട കുഞ്ഞു പൈതല് ഇന്ന് വേദന തിന്ന് കിടക്കുന്ന ഈ കാഴ്ച എന്റെ പ്രിയപ്പെട്ട നന്മയാർന്ന ലോകം ഒരാളും തന്നെ കാണാതെ പോകരുത്. കുറ്റവും കുറവുകളും ഒക്കെ പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ മനസ്സിലാക്കേണ്ടത് ഈ പിഞ്ചു പൈതലിനെയും കൊണ്ട് കഴിഞ്ഞ 7.5 വർഷക്കാലം ദുരിത ജീവിതം നയിച്ചു കൊണ്ടിരിക്കുന്ന ഈ പിതാവ് തന്റെ കുടുംബത്തിൽ പോലും സമാധാനമില്ലാതെ ഈ വേദന കൊണ്ട് എല്ലാവരും മാനസികമായി തകർന്നു നിൽക്കുന്ന ഒരു വലിയ പ്രതിസന്ധി. ഈ പ്രതിസന്ധിയെ മുഴുവൻ തരണം ചെയ്തിട്ട് ആ കുഞ്ഞു മാലാഖയെ നമുക്ക് തിരിച്ചു കൊണ്ടുവന്ന് ആ ഉപ്പാക്കും ആ ഉമ്മാക്കും ആ കുടുംബത്തിനും തിരിച്ചു നൽകിയാൽ അതിലും വലിയ ഒരു പുണ്യം നമുക്ക് ആർക്കും കിട്ടാനില്ല. നമ്മൾ നൽകുന്ന ഓരോ രൂപയും ഈ പ്രിയപ്പെട്ട പൊന്നുമോന്റെ ജീവന്റെ വിലയാണ് എന്ന് മനസ്സിലാക്കി എന്റെ പ്രിയപ്പെട്ടവരൊക്കെ ഒന്ന് കരുണ കാണിക്കണം. അത്രത്തോളം വേദനയാണ് പ്രിയപ്പെട്ടവരെ, അത്രത്തോളം നൊമ്പരമാണ്. എന്റെ പ്രിയപ്പെട്ടവരൊക്കെ ഈ വീഡിയോ പരമാവധി നിങ്ങളുടെ ഫേസ്ബുക്ക്, വാട്സപ്പ്, ഫ്രണ്ട്സ്, ഫാമിലി ഗ്രൂപ്പുകളിലേക്കൊക്കെ ഒന്ന് അയച്ചു കൊടുത്താൽ നമുക്ക് ആ പൊന്നുമോനെ നമുക്ക് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും. നിങ്ങളൊക്കെ ഒന്ന് ചേർന്ന് നിന്നാൽ മാത്രമേ അത് സാധിക്കുള്ളൂ. അതിനുവേണ്ടി നിങ്ങളൊക്കെ ഒരുമിച്ച് നിൽക്കണമെന്ന് വിനയത്തോടു കൂടി നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്.